ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഓം നമോ ഭഗവതേ രാമകൃഷ്ണായ നമോ നമഃ. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട്. നമ്മൾ ഇന്ന് പ്രേമാനന്ദ സ്വാമിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാനൊരു വലിയ പ്രസംഗം തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ സ്വാമിജി പറഞ്ഞ അരമണിക്കൂറേ ഉള്ളൂ, സമയം അധികം തരാൻ. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞു എന്താ ചെയ്യേണ്ടത്. ഇത് കുഴപ്പമില്ല, എന്നിരുന്നാലും ഞാൻ പറയട്ടെ. നോക്കൂ, നമ്മുടെ ഒരു സാധാരണ നിലയിൽ പ്രായമായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളോ അവരൊക്കെ ശ്രദ്ധിക്കും, ഇദ്ദേഹം മറിഞ്ഞ് വീഴാതിരിക്കാനും ഒക്കെ. അപ്പം എപ്പോഴും സൂക്ഷിക്കും, പതുക്കെ നടക്കണം, അവിടെ പടിയുണ്ട്, ഇവിടെ തിരിവുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണമെന്നും പറഞ്ഞ് എപ്പോഴും അദ്ദേഹത്തിനെ ഗൈഡ് ചെയ്യും. അങ്ങനെ ഒരു ചിട്ടയാണ് നമുക്കുള്ളത്. ഇതുപോലൊരു ഇതുപോലൊരു സിറ്റുവേഷനായിരുന്നു ബേലൂർ മഠിലും ഉണ്ടായി. ബേലൂർ മഠല്ല, ശ്രീരാമകൃഷ്ണദേവന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ശരിക്കും ഈശ്വരനായിരുന്നു. പക്ഷേ മനുഷ്യരൂപത്തിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 75% സമയവും അദ്ദേഹം ഈശ്വരനായിട്ട് തന്നെയാണ് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴെന്താണ് പറ്റുന്നത്? മനുഷ്യർക്കുള്ള പല ക്വാളിറ്റീസിനും ഉപരിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ. അപ്പം അദ്ദേഹം പെട്ടെന്ന് ഭാവാവസ്ഥയിലേക്കാവും. അദ്ദേഹം പെട്ടെന്ന് ഇപ്പോഴത്തെ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ഓർമ്മയില്ല. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഈ ലോകത്തെ പറ്റിയോ പരിസരങ്ങളെ പറ്റിയോ ഒന്നും യാതൊരു ചിന്തയുമില്ല. അപ്പം ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴും, എല്ലാത്തിനും സാധ്യതയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിനെ പൊന്നുപോലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് തന്നെയല്ല, ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ കൂടെ നമ്മളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു അമൂല്യ സമ്പത്തിനെ പിന്നെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ശിഷ്യന്മാരുടെ കടമയാണ്. അത് അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു. അവരതെല്ലാം വേണ്ടതുപോലെ ചെയ്തിരുന്നു. പക്ഷേ രാമകൃഷ്ണദേവന് എല്ലാ ശിഷ്യന്മാരോടും ഒക്കെ വളരെ സ്നേഹമാണ്. അങ്ങേയറ്റം അവരെ ഗൈഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുമെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിന് ചില ശിഷ്യന്മാരോടാണ് കുറച്ച് കൂടുതൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പം ഒരിക്കൽ മഹേന്ദ്രനാഥ് ഗുപ്ത അവിടെ വന്നപ്പോൾ രാമകൃഷ്ണദേവൻ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് വേണം, എനിക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ മഹേന്ദ്രനാഥ് ഗുപ്തയ്ക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ ടോപ്പ് ടു ബോട്ടം എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഞാനിങ്ങനെ ഭാവാവസ്ഥയിലൊക്കെ ആവുന്നു, എനിക്ക് ആരുടെയെങ്കിലും ഒരു സഹായം വേണം. ബാബുരാം എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, എനിക്ക് അവനെ വളരെ ഇഷ്ടപ്പെട്ടു, അവനെ എനിക്ക് വേണം എന്ന് എമ്മിനോട് പിന്നെ മഹേന്ദ്രനാഥ് ഗുപ്തയോട് ഭഗവാൻ തന്നെ ഒരു ദിവസം പറയാം. അപ്പം മഹേന്ദ്രനാഥ് ഗുപ്ത അതിങ്ങനെ കേട്ടു, എന്താ വേണ്ടതെന്ന് ചെയ്യാം എന്നുള്ള ഇതിൽ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഒരു കോയിൻസിഡൻസ് എന്ന് പറയട്ടെ, പിന്നെ ഈ ബാബുരാമിൻ്റെ അമ്മ ഭഗവാനെ തൊഴാനായിട്ട് വന്നു. അപ്പം 2 ദിവസം കഴിഞ്ഞ് അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു. അവിടെ വന്ന് ഭഗവാനെ തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഭഗവാൻ ബാബുരാമിൻ്റെ അമ്മ, അവരുടെ പേര് മാതംഗിനി ദേവി എന്നാണ് അമ്മയുടെ പേര്. അപ്പം മാതംഗിനി ദേവി വന്ന് ഭഗവാനെ തൊഴുത് പിന്നെ ഇതെല്ലാം അനുഗ്രഹമൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോഴേ ഭഗവാൻ അവരോട് പറഞ്ഞു, നോക്ക്, എനിക്ക് നിന്റെ മകനെ വേണം. പിന്നെ അപ്പോഴത്തേക്ക് അവർക്കൊരു ഷോക്കായി. അതായത് അവർ ഭഗവാനെ എപ്പോഴും ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളൊരു ഭഗവാൻ ചോദിക്കുകയാണ്, എനിക്ക് നിന്റെ മകനെ വേണം. അവരാകെ ഇതായി. അവർ ഭഗവാനെ തൊഴുത് പറഞ്ഞു, അങ്ങ് എന്താ ഈ പറയുന്നത്? അവിടുന്ന് ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യാത്തത്? മകനെയല്ല എന്ത് വേണമെങ്കിലും അങ്ങേക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു.
അപ്പോൾ ഭഗവാൻ സന്തോഷമായി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷെ അപ്പം മാതംഗിനി ദേവി പറഞ്ഞു, എനിക്ക് 2 വരമാണ് തന്നെ. ശരി, നിനക്ക് എന്ത് വരവാണ് വേണ്ടത്? അപ്പം ഭഗവാനോട് പറഞ്ഞു, എനിക്ക് മരണം വരെയും ഈശ്വരചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും. ആ ഒരു അനുഗ്രഹമാണ് അവിടുന്ന് എനിക്ക് തരണം. അതുപോലെ തന്നെ ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കുഞ്ഞുങ്ങളാരും മരിക്കാൻ പാടില്ല. ഭഗവാൻ മനസ്സിലത് ധ്യാനിച്ച് അത് 2 വരവും അവർക്ക് കൊടുത്തു. അപ്പം ഇത്ര അതൊരു ഇൻസിഡൻ്റ് അത് കൊടുത്തു. അപ്പം ആദ്യത്തെ ഇൻസിഡൻറ്റ് എമ്മിനോട് പറയുന്നത്, രണ്ടാമത്തേത് 2 ദിവസത്തിനകം അമ്മ വന്ന് പിന്നെ ഭഗവാനെ കാണുന്നു. അപ്പൊ ഭഗവാൻ എമ്മിനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ലാട്ടു മഹാരാജും രാഖിയിലും ഒക്കെയാണ് ഭഗവാന്റെ ഏറ്റവും അടുത്തുള്ള ശിഷ്യന്മാർ. പക്ഷെ ഈ ലാട്ടു മഹാരാജ് ഇപ്പോൾ ഒത്തിരി ആധ്യാത്മികമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും ഭജിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹത്തിന് സമയമില്ല എന്നെ നോക്കാൻ. അതുപോലെ തന്നെ റാഖേലിനും ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ സഹായത്തിനായിട്ട് ബാബുരാമിനെ വേണം എന്നുള്ളത് എന്ന് പറഞ്ഞ് കൺവിൻസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നു. നമ്മുടെ ഈ ബാബുരാം ഘോഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. 1861 ഡിസംബർ 10 അദ്ദേഹം കൽക്കട്ടയ്ക്കടുത്ത് ആണ്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് താരാപ്രസന്ന ഘോഷ് എന്നായിരുന്നു. അമ്മയുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാതംഗിനി ദേവി ആയിരുന്നു. അവര് ഒരുമാതിരി ധനികരായിട്ടുള്ള കുടുംബമായിരുന്നു. പക്ഷേ വളരെ ഈശ്വരഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു. ലക്ഷ്മീനാരായണ സ്വാമിയാണ് അവർ അധികവും ധ്യാനിച്ചിരുന്നത്. ഈ ദമ്പതികൾക്ക്, അതായത് താരാപ്രസന്ന ഘോഷിനും മാതംഗിനി ദേവിക്കും 4 മക്കളുണ്ടായിരുന്നു. 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. അതിൽ തുളസിരാം, ബാബുരാം, അതുപോലെ ശാന്തിരാം, ഈ 3 കുട്ടികളാണ് ആൺകുട്ടികൾ. കൃഷ്ണ ഭവാനി എന്നാണ് മകളുടെ ഒരേ ഒരു മകളുടെ പേര്. മകള് കല്യാണം കഴിച്ചിരിക്കുന്നത് ബൽറാം ബസു എന്ന് പറഞ്ഞ, അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവന്റെ വലിയ അങ്ങേയറ്റത്തെ ഭക്തനായിരുന്നു. അപ്പം അങ്ങനെ ഇത് തന്നു. ഒരു ഈ നമ്മുടെ ബാബുരാം വളർന്നു വരുമ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്പിരിച്വൽ സൈഡിലേക്കാണ് കൂടുതൽ ഒരു ചായ. അപ്പം അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം ഒരു തവണ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെയാണ് അദ്ദേഹത്തിന് കണ്ടിരുന്നൊരു സ്പെഷ്യാലിറ്റി. ഒരു തവണ അവിടെ അടുത്ത് എന്തോ ഒരു ഹരികഥ എന്ന് പറഞ്ഞ സത്സംഗം എന്തോ ഒരു സ്ഥലത്ത് അവിടെ പോയി അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവനെ അവിടെ കാണാനിടയായി. അപ്പം നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ, ചില ആൾക്കാരെ കണ്ടാൽ നമുക്കൊരു ഒരു അട്രാക്ഷൻ അവരോട് എന്ന് പറഞ്ഞ പോലെ ബാബുരാമൻ അവിടെ ചെന്ന് ഭഗവാനെ കണ്ടപ്പം എന്തോ ഒരു അട്രാക്ഷൻ, ഒരു മാഗ്നറ്റിക് പവർ ബാബുരാമനെ അങ്ങോട്ട് വലിക്കുന്ന പോലെ തോന്നി. പക്ഷെ ബാബുരാമൊന്നും പരിചയപ്പെടാനൊന്നും പോയില്ല. അദ്ദേഹം തിരിച്ചിങ്ങും വീട്ടിൽ വന്നു. അതൊരു ഇൻസിഡൻറ്റ്. അത് കഴിഞ്ഞ് പിന്നൊരു സംഭവം ഉണ്ടായത്, അമ്മ ഇങ്ങനെ കൂടെ ശ്രീരാമകൃഷ്ണദേവനെ പോയി കാണും. ഈ സംഭവം നടന്നു കഴിഞ്ഞു. ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് സംഭവിക്കുകയാണ്. ഈ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞ് അമ്മയും മൂത്ത ചേട്ടൻ തുളസി രാമും കൂടെ ഭഗവാനെ തൊഴാൻ പോയി. തൊഴുത് വന്നു കഴിഞ്ഞു. അപ്പം അനിയൻ്റെ ഈ സ്പിരിച്വൽ സൈഡിലേക്കുള്ള ആ ബെൻഡ് ചേട്ടൻ അറിയാം. അപ്പം ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ രാമകൃഷ്ണ ദേവനുണ്ട്, രാമകൃഷ്ണ പരമഹംസമുണ്ട്, കൽക്കട്ടയിൽ തന്നെയാണ്, നിനക്ക് അദ്ദേഹത്തിനെ പോയി തൊഴാൻ, നീ അവിടെ പോകണം, അദ്ദേഹത്തിനെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ആദ്യം അതൊരു പ്രചോദനമായി. ആർക്ക്? ബാബുരാം പ്രചോദനമായി. അങ്ങനെ ഒരു ഇൻസിഡൻറ്റും കൂടെ നടന്നു. അത് കഴിഞ്ഞ് ബാബുരാം സ്കൂളിൽ പഠിക്കുകയായിരുന്നു. രാഖേൽ ബാബുരാമിൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പം രാഖേൽ കൂടെ ആശ്രമത്തിൽ പോവുകയും ഒക്കെ ചെയ്യും. അദ്ദേഹത്തിന് കൂടെ ആശ്രമമായിട്ട് അടുപ്പമുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴേ ഒരു ദിവസം രാഖേലുമായിട്ട് സംസാരിച്ചു, എനിക്കിങ്ങനെ രാമകൃഷ്ണദേവൻ്റെ അവിടെ പോയാൽ കൊള്ളാം. അതിനെന്താ പ്രയാസം, എപ്പോൾ വേണേൽ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇതെല്ലാം ഓരോ ഇൻസിഡൻറ്റ് നടക്കുമ്പോഴും ബാബുരാമിന് കൂടുതൽ അങ്ങോട്ട് അട്രാക്ഷൻ വരികയും അദ്ദേഹം മാത്രം മനസ്സിൽ വരികയും ചെയ്യുകയാണ്. പോകാമെന്ന് പറഞ്ഞു. ആ ശനിയാഴ്ച തന്നെ ബാബുരാമും രാഖിയിലും കൂടെ പോയി. അവരുടെ വഴിയിൽ വെച്ച് അവരുടെ ഒരു ഫ്രണ്ടിനെ കൂടെ കിട്ടി, രാംദയാൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ കൂടെ കിട്ടി. അദ്ദേഹം ആശ്രമത്തിൽ പോകുമായിരുന്നു. അവർ 3 പേരും കൂടെ ആശ്രമത്തിൽ പോയപ്പോൾ ഭഗവാൻ അവിടെ ഇല്ല. അപ്പം സന്ധ്യാസമയമായിരുന്നു.
ഭഗവാൻ അവിടെ ഇല്ല. അപ്പം അവിടെ ഇവിടെ അപ്പം രാഖേലിന് അറിയാം. ആ സമയത്ത് ഭഗവാൻ തൊഴാൻ പോയിരിക്കുക, കാളി ക്ഷേത്രത്തിൽ തൊഴാൻ പോയിരിക്കുക. അപ്പം രാഖേൽ പറഞ്ഞു ഞാൻ പോയി ഭഗവാനെ വിളിച്ചുകൊണ്ടിരാം എന്നും പറഞ്ഞ് രാഖേൽ ഓടിപ്പോയി. അവിടെ ചെന്നപ്പോൾ എന്താ, അവിടെ ചെന്നപ്പം ഭാവാവസ്ഥയിൽ തൊഴുതുകൊണ്ട് നിൽക്കുക, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതെല്ലാം ഭഗവതിയോടാണ് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് കാണുന്നത്. അത് കഴിഞ്ഞപ്പോൾ കുറേ നേരം അത് കഴിഞ്ഞപ്പോൾ രാഖേൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പം രാഖേൽ പിടിക്കുന്നതുകൊണ്ട് വിരോധം, എല്ലാവരും ഒന്നും പിടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം രാഖേൽ പിടിക്കുന്നതുകൊണ്ട് വിരോധം, പതുക്കെ കയ്യിൽ പിടിച്ച് കൊണ്ടുവന്ന് നടന്നാട്ടെ, പതുക്കെ നടന്നാട്ടെ, പടിയുണ്ട് അവിടെ, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് പതുക്കെ. അപ്പോഴൊക്കെ അദ്ദേഹം ഈ ലോകത്തല്ല, പതുക്കെ കൊണ്ടുവന്ന് മുറിയിൽ കൊണ്ടുവന്ന് കട്ടിലിൽ കൊണ്ടിരിക്കും. ഇരുത്തി കഴിഞ്ഞ ഒരു ശക്കലം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞു. അപ്പം നമ്മുടെ ബാബുരാം ഇതെല്ലാം കണ്ട് അതിശയിക്കുക, ഇത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ഇതെല്ലാം എന്തൊക്കെ, വാട്ട് ഈസ് ഹാപ്പനിങ് ഓവർ എന്നുള്ളൊരു ചിന്തയായി ബാബുരാം. അപ്പം അങ്ങനെ വന്ന് പിന്നെ അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞുടനെ പിന്നെ പരിചയപ്പെട്ടപ്പോൾ ബാബുരാമിനോട് പരിചയപ്പെട്ടപ്പോൾ ബാബുരാമിന് സകല ഹിസ്റ്ററി എന്ന് പറയാൻ, നീ ഇന്ന സ്ഥലത്തെ കുട്ടിയല്ലേ, നീ ഇന്നാരുടെ മകനല്ലേ, 3 കുട്ടികൾ, എല്ലാം അദ്ദേഹം ഒരു ദൈവമാണ്. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം, എവിടെ നടക്കുന്നു ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാബുരാമനോട് ഇങ്ങോട്ട് വാക്കോ, അന്ന് പിന്നെ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, പിന്നെ ഈ മണ്ണെണ്ണ വിളക്കേ ഉള്ളൂ, നിന്റെ മുഖം ഞാൻ കാണുന്നില്ലല്ലോ, ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് ബാബുരാം അടുത്ത് ചെന്നു. അടുത്ത് കഴിഞ്ഞാൽ ഭഗവാനൊരു സ്വഭാവമുണ്ട്, ഈ ശിഷ്യന്മാരെ കൈ പിടിച്ചിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിങ്ങനെ എന്തോ ഫീൽ ചെയ്യും. അപ്പം അതിൽ എഴുതിയിരിക്കുന്നത് ഭഗവാൻ അറിയാം ആധ്യാത്മികമായിട്ട് ഔന്നിത്യങ്ങളിലേക്ക് എത്തുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് ഭഗവാൻ അറിയാൻ. അപ്പം ഈ കൈയുടെ കനം നോക്കി, കനം കുറവാണെങ്കിൽ അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് അദ്ദേഹം ശിഷ്യനായിട്ടൊന്ന് സ്വീകരിക്കും. അപ്പം ബാബുരാമിൻ്റെ കൈ നോക്കിയപ്പോൾ വളരെ ലോലമായിട്ടുള്ളൊരു കൈയാണ്. ഇത് കഴിഞ്ഞ് മുഖത്ത് നോക്കി ആകമൊക്കെ കണ്ടപ്പോൾ ഭഗവാന് ബാബുരാമിനെ വളരെ വളരെ ഇഷ്ടമായി. ഇവൻ തന്നെയാണ് എൻ്റെ കൂടെ പിന്നെ വരേണ്ട വ്യക്തി എന്നുള്ളത് ഭഗവാന് മനസ്സിലായി. അന്ന് വേറെ ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നു. അന്നപ്പം ബാബുരാമും പിന്നെ ഈ രാഖേലും ഒക്കെ ഭഗവാന്റെ കൂടെ അവിടെ താമസിക്കുക. അപ്പം രാഖേൽ ഭഗവാന്റെ മുറിയിൽ തന്നെ കിടന്നു. രാംദയാലും നമ്മുടെ ബാബുരാമും കൂടെ അവിടെ അടുത്തുള്ള ഒരു ചായക്ക് പോലുള്ള സ്ഥലത്ത് കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനു മുമ്പും ശിഷ്യന്മാരുടെ ഇത് പറഞ്ഞപ്പം പറഞ്ഞ് ഭഗവാൻ രാത്രി ഉറപ്പുന്നു, സദാ സമയവും ദേവിയുടെ വിചാരമാണ്, ദേവിയായിട്ട് സംസാരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പതുക്കെ അവിടെ നിന്ന് എനിക്ക് ഈ ഇവരുടെ അടുത്ത് പോയി, ഈ രാമദയാലിൻ്റെ അടുത്ത് പോയി, നിങ്ങൾ ഉറങ്ങുകയാണ്, രാത്രി 12 മണിക്ക് നിങ്ങൾ ഉറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് അവർ ചാടി എണീറ്റു. പിന്നെ എന്നിട്ട് പറഞ്ഞു, നോക്കൂ എനിക്ക് നരേന്ദ്രനെ കാണണം, ഇപ്പം തന്നെ കാണണം എന്നും പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്ന പോലെ അങ്ങ് വാശി പിടിക്കുക. നരേന്ദ്രനെ കണ്ടെയാണ്, നിങ്ങൾ എത്രയും വേഗം നരേന്ദ്രനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നും പറഞ്ഞ് വാശി പിടിക്കാൻ പറയും. അപ്പം ബാബുരാമും രാഖേലും ഒക്കെ ഉണർന്നു, എല്ലാവരും ഉണർന്നു. അവർ പറഞ്ഞു നാളെ രാവിലെ തന്നെ ഞങ്ങൾ പിന്നെ നരേന്ദ്രനോട് പറയാം, നരേന്ദ്രനെ ഇവിടെ കൊണ്ടുവരാം, ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്യാം, അങ്ങ് വന്ന് കിടന്നാട്ടെ, വിശ്രമിച്ചാട്ടെ എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയോ അവർ അദ്ദേഹത്തിനെ അവിടെ കൊണ്ട് കിടന്നു കഴിഞ്ഞ് അവിടെ കിടക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ ഉടനെ ആദ്യം എണീറ്റ് അവിടെ വന്ന് പിന്നെ ഇവരുടെ അടുത്ത് എനിക്ക് നരേന്ദ്രനെ കാണണം എന്നും പറഞ്ഞ് അങ്ങ് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ബാബുരാമിന് ഇതെല്ലാം ഒരു വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നുന്നു, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം ഈ ബാബുരാമിന് മനസ്സിൽ പിന്നെ ഒരു 1-2 തവണ സ്വപ്നം കണ്ടു. ബാബുരാം ഗംഗയുടെ തീരത്ത് ഒരു വനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബാബുരാം ഒരു സന്യാസിയുടെ കൂടെ പിന്നെ ഗുരുവായിട്ട് ഒരു സന്യാസിയെ അക്സെപ്റ്റ് ചെയ്യുന്നു. അവിടെ സന്യാസിയുടെ നിർദ്ദേശപ്രകാരം അവിടെ പിന്നെ ധ്യാനം ചെയ്യുകയാണെന്നൊക്കെ ബാബുരാമിന് ഇങ്ങനെ മനസ്സിൽ തോന്നി തുടങ്ങുന്നു. അതെല്ലാം ഒരു സൈഡിൽ കൂടെ അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക, ഒരു സൈഡിൽ കൂടെ ഈ തോന്നലുകളും ഒക്കെ നടക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഓരോ തവണ ഓരോ ഇൻസിഡൻസ്
മനസ്സിലുണ്ടാകുമ്പോൾ ബാബുരാം ഭഗവാന്റെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ വന്ന് ഒരു ദിവസം വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ പഞ്ചവടിയിലൊക്കെ പോയി നോക്ക്, അവിടെയൊക്കെ പോയി നോക്കാൻ പറഞ്ഞു. പഞ്ചവടി വന്നപ്പോൾ ബാബുരാമിന് മനസ്സിലായി, ഞാൻ മനസ്സിൽ കണ്ട അതേ വനമാണിത്, ഞാൻ മനസ്സിൽ ഗംഗയുടെ തീരത്താണ്, ഭഗവാനാണ് എന്നെ തോന്നിച്ചത്. അപ്പം ബാബുരാമിന് മനസ്സിലായി ഇത് ഭഗവാന്റെ ഇത് തന്നെയാണ് നടക്കുന്നത്. ബാബുരാം അങ്ങ് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് പിന്നൊരു ഒക്കേഷനിൽ വന്നപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിനെ ശിഷ്യന്മാരെ കാണുന്നപ്പോൾ വലിയ സന്തോഷമാണ്. ഒരച്ഛനും സ്വന്തം മകനോട് എങ്ങനെ സ്നേഹമുണ്ടോ അതിനേക്കാളൊക്കെ വലിയ ഇരട്ടിയിലാണ് ഭഗവാന് ശിഷ്യന്മാരോട് സന്യാസിമാരോടുള്ള സ്നേഹം. നീ വന്നത് വളരെ നന്നായി, ഒരു കാര്യം ചെയ്യുക, നരേന്ദ്രൻ അവിടെ ഉണ്ട്, അവരൊക്കെ അവിടെ വനഭോജനം നടത്തുന്നു. വനഭോജനം എന്ന് പറഞ്ഞാൽ അവർ ഫോറസ്റ്റ് ഏരിയയിൽ പോയി ധ്യാനവും അങ്ങനെ അവിടെ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കും, ഭഗവാന് നീതിക്കും കഴിക്കും. ആ സോർട്ട് ഓഫ് നമ്മുടെ റിട്രീറ്റ് പോലെ അങ്ങനെ ഒരു ഇതാണ് വനഭോജനം. അവരവിടെ വനഭോജനം നടത്തുന്നു, നീയും അവിടെ പോക്കൂ, അവിടെ പോയി എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടാൽ. അപ്പോഴത്തേക്ക് ഭഗവാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ബാബുരാമിനെ ഭഗവാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അവിടെ പോയി അദ്ദേഹം അവരെയൊക്കെ കണ്ടു. അപ്പം ബാബുരാം ആദ്യമായിട്ടാണ് വിവേകാനന്ദ സ്വാമി, അതായത് നരേന്ദ്രനെ കാണുന്നത്. അപ്പോൾ ബാബുരാമിൻ്റെ മനസ്സിൽ ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ഒരാളായിരിക്കും എന്നൊക്കെയാണ് ബാബുരാമിൻ്റെ മനസ്സ്. പക്ഷെ അവിടെ ചെന്ന് വിവേകാനന്ദ സ്വാമിയുടെ ആ മിങ്കിളിങ്, എല്ലാവരും കൂടെ ആ ഒത്ത് കൂടിയുള്ള ആ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ബാബുരാം വിചാരിച്ചു, ഞാൻ ഇങ്ങനൊരു മനുഷ്യനെയാണല്ലോ മനസ്സിൽ തെറ്റിദ്ധരിച്ചിരുന്നത്. അദ്ദേഹം വളരെ സോഷ്യലായിട്ട് എല്ലാവരുമായിട്ട് ഇടപഴകി തമാശകളും ഒക്കെ പറഞ്ഞ വിവേകാനന്ദ സ്വാമി. അപ്പം അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് ദാറ്റ് ഈസ് ഓവർ. ഇങ്ങനെ പല വിസിറ്റ്സും ഉണ്ട്. ബാബുരാം പല തവണ വിസിറ്റ് ചെയ്യും. എല്ലാ തവണ വിസിറ്റ് ചെയ്യുമ്പോഴും ഭഗവാന്റെ ആദ്യത്തെ സെന്റൻസ്, നീ വന്നത് വളരെ നന്നായി എന്നും പറഞ്ഞാൽ ഭഗവാൻ റിസീവ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഒരു തവണ വന്നപ്പോൾ അവിടെ ഭഗവാന്റെ വേറെ ഒരു മജുംദാർ ഒരു ഭക്തൻ വന്നിരുന്നു. അദ്ദേഹത്തിന് വലിയ പനിയും വയ്യായ്മയൊക്കെയാണ്. അപ്പം ബാബുരാമിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവിടണം, ബോട്ട് പിടിച്ച് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അപ്പം ബാബുരാം അതുപോലെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് വീട്ടിൽ വിടാനും ഒക്കെ പോയി. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഭഗവാന്റെ സ്നേഹത്തിനെ പറ്റി പറയുക. പൂർണ്ണ എന്ന് പറഞ്ഞ ഭഗവാന്റെ വേറെ ഒരു ശിഷ്യനാണ്. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഭഗവാൻ ഇവിടുന്ന് കുതിരവണ്ടി കയറി സ്കൂളിൽ പോയി സ്കൂളിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്താ കാര്യം, കുറച്ച് കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഈ പൂർണ്ണയ്ക്ക് കൊടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുക. ഈ മനുഷ്യൻ അവിടെ വന്ന് പൂർണ്ണ വെളിയിൽ വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കും. എന്നിട്ട് ആ സന്തോഷം. അതുപോലെ തന്നെ ഒരു തവണ ഈ നമ്മുടെ ബാബുരാം താമസിച്ചിരുന്ന വീട്ടിൻ്റെ മുമ്പിൽ അവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇതുകൊണ്ട് അകത്ത് പോകാൻ പെർമിഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ട് അവസാനം ആരോ വന്ന് അകത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ബാബുരാമിന് എന്തോ പ്രസാദമൊക്കെ കൊടുത്തു. അപ്പം ശിഷ്യന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ അടുപ്പവും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ബാബുരാം പറഞ്ഞു, എനിക്ക് ധ്യാനിക്കണം, എനിക്ക് അങ്ങ് മന്ത്ര ദീക്ഷ തരണം എന്നൊക്കെ പറയും. ഇപ്പോൾ പറയുന്ന സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞാൻ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തരാം എന്ന് പറയും. ഇതിൻ്റെ ഇടയിൽ ഭഗവാൻ തന്നെ സ്വപ്നങ്ങൾ കാണാൻ പറയും ബാബുരാമിനെ പറ്റി, എബൌട്ട് ദിസ് എന്തോ പറയുക ബാബുരാമിൻ്റെ ഗുഡ്നെസ്സിനെ പറ്റി. അങ്ങനെ സ്വപ്നം കാണുന്നതൊക്കെ എമ്മിനോട് മഹേന്ദ്രനാഥ് ഗുപ്തയോട് പറയും. എന്നിട്ട് പറഞ്ഞു, ഒരു തവണ പറഞ്ഞു, ഇവനൊരു സ്ത്രൈണ സ്വഭാവമാണുള്ളത് ഈ ബാബുരാം, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഒരു ദിവസം പറഞ്ഞു. അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവൻ വളരെ വളരെ ആധ്യാത്മികമായിട്ട് വളരെ ഹൈ ലെവലിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ ഇപ്പോഴൊന്നും ഞാനും ഇതിൻ്റെയും ഒന്നും ആവശ്യമില്ല, സമയത്ത് തന്നെ ഞാൻ ഇത് പറഞ്ഞോളാം എന്നൊക്കെ എമ്മിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ്റെ രാധാദേവിയുടെ ഒരു ഇൻകാർണേഷനാണോ ബാബുരാം എന്ന് കൃഷ്ണൻ തന്നെയാണ് പറയുന്നത്. കൃഷ്ണൻ്റെ ഇൻകാർണേഷനാണോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ സ്ത്രൈണ സ്വഭാവം എന്നൊക്കെ പറഞ്ഞത്. അപ്പം അതിലേക്കാണ് വരുന്നത്. ഈസ് ആക്ച്വലി രാധയുടെ ഒരു അവതാരമാണ് എന്നുള്ളതാണ് ഭഗവാന്റെ മനസ്സിൽ. അപ്പം അങ്ങനെ പറഞ്ഞ്
ആ വിധത്തിലാണ് ബാബുരാമിനെ വിവേകാനന്ദ സ്വാമി കുറേ കഴിഞ്ഞ്, ഞാനത് പറയാം, എന്തോ ഒരു തവണ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇങ്ങനെ ശിക്ഷിച്ചത് നീ ഭഗവാന്റെ ഹൃദയത്തിൻ്റെ അകത്തേക്കുന്ന ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയാണല്ലോ ഞാൻ ഇങ്ങനെ ശിക്ഷിച്ചതെന്ന് വിവേകാനന്ദ സ്വാമി ഒരിടത്ത് വിഷമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പം ബാബുരാമാണ് ഭഗവാൻ ഭാവാവസ്ഥയിലൊക്കെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലാട്ടു മഹാരാജിനെ കിട്ടാനില്ല, രാഖേലിനെ കിട്ടാനില്ല, അവരൊക്കെ സമ്മതറുകൾ അറ്റ് ദ സെയിം ടൈം പ്രേയിങ് ഗോഡ്, ധ്യാനം, അതൊക്കെ ആയിട്ട് കഴിയുകയാണ്. പിന്നെ അതുകൊണ്ട് അദ്ദേഹം ബാബുരാമാണ് ഫുൾ ടൈം നമ്മുടെ ഭഗവാൻ അതുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരുന്നുകൊണ്ടിരുന്നെ ഒരു തവണ ഭാവാവസ്ഥയിൽ പോയപ്പോഴേ ബാബുരാം പിടിച്ചു, അദ്ദേഹം വീഴാതിരിക്കാൻ പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാവാവസ്ഥയിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ ഭഗവാൻ കരയാൻ ബാബുരാമിന് വലിയ വിഷമം, അദ്ദേഹത്തിന് വേദനിക്കോ വല്ലതും ചെയ്തോ, ഞാൻ പിടിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലയോ എന്താണ് അങ്ങനെ ഭഗവാൻ ബാബുരാമിനോട് ചോദിച്ചു, നീ എന്തെങ്കിലും അനർത്ഥം കാണിച്ചോ ഇന്ന്? അപ്പം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബാബുരാം ആലോചിച്ചപ്പോൾ അന്ന് രാവിലെ എന്തോ ഒരു സംഭവം ഉണ്ടായി. ബാബുരാം ഒരാളോട് ഒരു അസത്യം പറഞ്ഞു, എന്തോ ഒരു സംതിങ് ഹാപ്പൻ. അപ്പം അസത്യം പോലെ ഒന്ന് പറയേണ്ടത് അത് അപ്പം പറഞ്ഞു വരുന്നു. ബാബുരാം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ ഭഗവാൻ ഭാവാവസ്ഥയിൽ പോയി കഴിഞ്ഞാലും അത് കഴിഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഭഗവാൻ അത് അറിയാം. ഈ ഡോണ്ട് വാണ്ട് സച്ച് പീപ്പിൾ എന്നുള്ളത്. അങ്ങനെയുള്ളവർ അദ്ദേഹത്തിനെ തൊടാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അപ്പം അന്ന് ബാബുരാമിനെങ്കിലും എന്തോ ആക്ടൻ ചെയ്തു, അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് കഴിഞ്ഞ് ഈ സംഭവം ഉണ്ടായി. അതുകൊണ്ട് എന്താണ്, ശിഷ്യന്മാർക്കൊക്കെ സത്യത്തിൽ പേടിയാണ്. പെട്ടെന്ന് എന്താന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ, ഹൗ ഗുഡ് ഐ ആം എന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിൽ ചീത്ത തെറ്റ് വിചാരിക്കും, ഞാനെങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം റിപ്പൽ ചെയ്യും. ഇതാണ് ബിക്കോസ് ഈസ് എ ഗോഡ്. അപ്പം അതാണ് കാര്യം. അപ്പം അന്ന് മുതൽ പിന്നെ ബാബുരാമിന് മനസ്സിലായി, വളരെ പെർഫെക്ഷൻ വേണം, വളരെ ശുദ്ധവൃത്തികൾ വേണം, അതുപോലെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, എന്നാലേ ഭഗവാന്റെ അടുത്ത് പിന്നെ ഇത് ചെയ്യാൻ ഒക്കുള്ളൂ എന്നുള്ളത് ബാബുരാമിന് മനസ്സിലായി. ദിവസങ്ങൾ മുമ്പോട്ട് പോയി. ബാബുരാം അപ്പോൾ സ്കൂളിൽ നിന്നൊന്നും പിന്നെ വിട്ടിട്ട് ഒന്നുമില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പഠിത്ത പേരിനെ ഉള്ളൂ, മനസ്സ് മുഴുവൻ ഭഗവാന്റെ അടുത്താണ്. അത് ഭഗവാൻ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം പിന്നെ മഹേന്ദ്രനാഥ് ഗുപ്തയുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നൊക്കെയുണ്ട്. ഒരു തവണ ചോദിച്ചു, പിന്നെ എന്തോ ഇപ്പം വേണ്ട പോലെ പഠിക്കുന്നുണ്ടോ അതോ ഉഴപ്പമാണോ എന്ന് മഹേന്ദ്രനാഥ് ഗുപ്ത അദ്ദേഹം പറഞ്ഞു, പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു തവണ കണ്ടപ്പോൾ പറഞ്ഞു, ഇവൻ 2 തോണിയിലും കൂടെ കാലിട്ടുകൊണ്ടിരിക്കുക. അപ്പം മഹേന്ദ്രനാഥ് ഗുപ്തയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എന്തോ അദ്ദേഹം പറയും. അപ്പോൾ പറഞ്ഞു, ഹി ലൈക്ക് സ്പിരിച്വാലിറ്റി ആസ് വെൽ ആസ് എഡ്യൂക്കേഷൻ. അപ്പം ഒരു കാലം എഡ്യൂക്കേഷൻ പഠിക്കണം എന്നുള്ള ശ്രദ്ധ, മറ്റേ കാലം ഭഗവാന്റെ കൂടെ നിൽക്കണമെന്നും ആധ്യാത്മികമായുള്ള കാര്യങ്ങളിൽ അദ്ദേഹം മുമ്പോട്ട് പോകണമെന്നുമാണ്. അത് പറ്റില്ല. ഏതെങ്കിലും ഒരു കാര്യം അവൻ തിരഞ്ഞെടുക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ഒരു കോയിൻസിഡൻസ് ഉണ്ടായി. പിന്നെ ബാബുരാം പിന്നെ ഈ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ആ ഇടയ്ക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നല്ല ഭംഗിയായിട്ട് അതിലത് തോറ്റു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഞാൻ എൻട്രൻസ് എക്സാമിനേഷൻ തോറ്റു. അപ്പോൾ ഭഗവാന്റെ റിയാക്ഷൻ നന്നായി, അത് നന്നായി. പിന്നെ എന്നിട്ടാണ് ഭഗവാൻ പറഞ്ഞത്, നിനക്ക് 2ഉം കൂടെ സാധിക്കും. നിനക്ക് ഏതാണ് വേണ്ടതെന്ന് നീ നിശ്ചയിച്ചു, എന്നിട്ട് നിനക്ക് ഇതാണ് വേണ്ടതെങ്കിൽ നീ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കി. അപ്പം അങ്ങനെ മുമ്പോട്ട് പോയി. ബാബുരാം വളരെ ഡിയറായിട്ടുള്ള ഒരു ശിഷ്യനായിട്ട് വന്നു. ഭഗവാന് മറ്റു കാര്യങ്ങളിലൊന്നും യാതൊരു ചിന്തയില്ല. അദ്ദേഹം ഒരു ഈശ്വരനായിട്ട് അങ്ങ് നടക്കുക. ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെടുത്ത് ചിലപ്പോൾ തിരിച്ചൊക്കെ ആയിരിക്കും, അതിടും. അപ്പം ഇതെല്ലാം ബാബുരാം നോക്കി അദ്ദേഹത്തിന് വേണ്ടതുപോലെ ചെയ്തു കൊടുക്കും. ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ബട്ടൺസ് ഒന്നും ഇല്ല. ബിക്കോസ് അദ്ദേഹത്തിന് എപ്പോഴും സ്വാതന്ത്ര്യം, അദ്ദേഹം ഒരു ഓപ്പൺ വേൾഡിലാണ് ജീവിച്ച്. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ആരുടെ മനസ്സിൽ? ഭഗവാന്റെ മനസ്സിൽ. അപ്പം അദ്ദേഹത്തിന് ഈ ബട്ടൺസ് ഇടുക എന്നിട്ട് പറയുന്നത് പൊതുവല പോലും അദ്ദേഹം ക്ലോസ്ഡ് സ്പേസ് ഒന്നും ഇഷ്ടമല്ല. ഈ വാണ്ട്സ് ഓപ്പൺനെസ്. അപ്പം പൊതുവല പോലും അകത്തോട്ട് ടക്കിൻ ചെയ്യുന്ന ഇഷ്ടമല്ല.
അപ്പോൾ ബാബുരാം രാത്രി ചെന്ന് കൊതുവലയൊക്കെ ഇടുന്നത് ഇങ്ങനെ പുറത്തോട്ട്, അതിൽ കൂടെ കൊതുകൊക്കെ കയറും, പക്ഷെ അത് പുറത്തോട്ടേ ഇടുകയുള്ളൂ. അതുപോലെ ഇതിനെല്ലാം പിന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇരുന്ന ദിവസം ഒരു തവണ വേറെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു ഭക്തൻ അവിടെ വന്നു. ഭഗവാന്റെ കയ്യിൽ പൈസ കൊടുത്താലൊന്നും ഭഗവാൻ മേടിക്കില്ല, പൈസയായിട്ട് യാതൊരു ബന്ധവും ഇല്ല അദ്ദേഹത്തിന്. അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു ഭക്തൻ വന്നു. കുറച്ച് പണം അദ്ദേഹത്തിന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്തോ ഒരു കവറിലേക്ക് ഭഗവാന്റെ മെത്തയുടെ അടിയിൽ കുറിച്ചു. അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് അതിൻ്റെ അടിയിൽ. ഭഗവാൻ എന്ത് ചെയ്ത ഈ മെത്തയുടെ അടുത്തോട്ട് പോകില്ല, ഇവിടെ ഇങ്ങനെ നിൽക്കുക, അങ്ങോട്ട് പോവുകയില്ല. അപ്പോൾ ബാബുരാമിന് എന്തോ പന്തിയില്ലായ്മ ഉണ്ടെന്ന് മനസ്സിലായി. ആകപ്പാടെ നോക്കി അവസാനം ബാബുരാം തന്നെ ഇത് കണ്ടുപിടിച്ച് അത് മാറ്റിയോ. അത് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ അങ്ങോട്ട് പോയി അതിരിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഭഗവാന്റെ ആ ഗ്രേറ്റ്നെസ്സിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഭഗവാൻ എപ്പോഴും പറയും, മറ്റുള്ളവരുടെ കുറ്റം നീ കാണരുത്, നിന്റെ കുറ്റം ആദ്യം നീ കാണും, നിന്നെ ആദ്യം നീ കറക്റ്റ് ചെയ്യും, എന്നിട്ട് മറ്റുള്ളവരെ ഇത് കറക്റ്റ് ചെയ്യാൻ പോകാവൂ എന്നൊക്കെ പറയും. അതുപോലെ ഒരു തവണ പിന്നെ ഈ എന്താ പറയണ്ടേ, ബൽറാം ബസുവിൻ്റെ വീട്ടിലെ സ്ത്രീകൾ കുറച്ചു നേരം വന്ന് ഇങ്ങനെ മുമ്പിൽ ഇതിന് വന്നിരുന്നു, അത്രയും ഡിസ്കഷനും ഒക്കെ ആയിട്ട്. അപ്പം ഇങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ അവിടെ രമണി എന്ന് പറഞ്ഞൊരു ദേശീയ സ്ത്രീയും അതിൽ ഓടിക്കും ഇങ്ങനെ പാസ് ഇങ്ങോട്ട് നോക്കും. പിന്നെ ഭഗവാൻ അവരെയും ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ നീ ഇവിടൊന്നും വരാറില്ല, ഇവിടൊന്നും വരാറില്ല. അപ്പം ഈ സ്ത്രീകളെല്ലാം ആകെ ഇതായി, എന്ത് ചെയ്യുന്നത്, ഈ ഇങ്ങനെ ആർക്കും ഉണ്ടാകാത്തത് ഇങ്ങനൊരു സ്ത്രീയാണോ വിളിച്ചത് അത് പറഞ്ഞ് ആ സ്ത്രീകൾക്കൊക്കെ വളരെ ഷോക്കായി. അദ്ദേഹം അത് കഴിഞ്ഞ് അവരുടെ ഡിസ്കഷൻ കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ കാളി ക്ഷേത്രത്തിലേക്ക് പോയി, ഭഗവാനും കൂടെ പോയി. അവിടെ ചെന്ന് തൊഴുതുമ്പം സ്ത്രീകളും കൂടെ ഉണ്ട്. ആദ്യം ഭഗവതിയോട് ചോദിക്കുകയാണ്, ഓ നീ തന്നെയാണോ വേശ്യയായിട്ട് എൻ്റെ മുമ്പിൽ വന്നത്, നീ തന്നെയാണോ ഈ കുലീന സ്ത്രീകളായിട്ട് നിൽക്കിയിരുന്നത്? ഭഗവാൻ ഭഗവതിയോട് ചോദിക്കുകയാണ്. സ്ത്രീകൾക്ക് മനസ്സിലായി ഈ ഗ്രേറ്റ്നെസ് എന്നൊന്നും പറയുന്നത് നമ്മളുടെ ഈ കുലീനതയിലൊന്നുമല്ല, എല്ലാ മനുഷ്യരിലും ആ ഗ്രേറ്റ്നെസ് കാണണം. അതാണ് അവർക്ക് ഭഗവാൻ അതിൽ കൂടെ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം. അതുപോലെ നസ്ര എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി. അദ്ദേഹം ഒരു തവണ അവിടെ വന്ന് പിന്നെ ഈ ബാബുരാമിനോട് ശിഷ്യന്മാരോടും ഒക്കെ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കണം, ഇന്ന ഇന്ന കാര്യം വേണം, ആരോട്? ഭഗവാനോട്. പിന്നെ മന്ത്രദീക്ഷ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ചോദിക്കണം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അത് മേടിക്കാനുള്ള ഇത് നിങ്ങൾ ഏതായാലും ഇത്രയും അടുത്തൊക്കെ പെരുമാറുന്നുണ്ട്, അത് ഭഗവാൻ കേട്ടു. ഭഗവാൻ കേട്ട് കഴിയുമ്പോഴേ അവിടുന്ന് ചാടി എണീറ്റ് അവിടെ പോയി പറഞ്ഞു, നീ എന്താ ഈ പറയുന്നത്? ഞാൻ അവർക്ക് എന്തോ കൊടുക്കാൻ, അവരെൻ്റെയാണ്, എൻ്റെ സ്വന്തമാണ് അവർ, എനിക്കുള്ളതെല്ലാം അവർക്കും ഉള്ളത്, അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കേണ്ടതായിട്ടൊന്നുമില്ല, അവരെൻ്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് അന്ന് അതവിടെ അവസാനിച്ചു. അതുപോലെ അദ്ദേഹത്തിന് വളരെ നമ്മൾ കഴിഞ്ഞ ഇതിലും കണ്ടു, വളരെ സിസ്റ്റമാറ്റിക്കാണ് എല്ലാം അടുക്കും ചിട്ടയുമായിട്ട് ഭഗവാൻ വെച്ചിരുന്നുള്ളൂ. ഇതെല്ലാം നമ്മളെപ്പോലുള്ളവർക്കുള്ള നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, എല്ലാം വേണ്ടതുപോലെ വെക്കുക. വസ്ത്രങ്ങൾ ആകെ 2-3 വസ്ത്രമേ ഉള്ളൂ, അത് ക്ലീനായിട്ട് വെക്കുക. ഇങ്ങനെയുള്ള ചിട്ടകളെല്ലാം ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും റൂളുണ്ട്. അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശിഷ്യൻ ഇത്ര ചപ്പാത്തി, ഇതിന് ഇത്ര ചപ്പാത്തി, അതിന് ഇത്ര ചപ്പാത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അതനുസരിച്ച് ബാബുരാമിൻ്റെ അലോട്ട്മെൻറ്റ് 4 ചപ്പാത്തിയാണ്. പക്ഷെ ബാബുരാം ശകലം സാപ്പാട് മിനിഞ്ഞ് എല്ലാം പോലെയാണെങ്കിലും വിശപ്പ് എൻ്റെ കൂട്ട് വിശപ്പ് കുറച്ച് കൂടുതലുള്ള പാർട്ടി, അത് അമ്മയ്ക്കറിയാം. അപ്പം അമ്മ എന്ത് ചെയ്യും, 2 ചപ്പാത്തിയും കൂടെ കൂട്ടി 6 ചപ്പാത്തി. ഇത് ഭഗവാൻ എങ്ങനെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എന്തിനാണ് ഞാൻ പറഞ്ഞിട്ടില്ല 4 കൊടുക്കാവുന്നു, പിന്നെ എന്തിനാണ്? അമ്മയുടെ അടുത്ത് ഈ കഴിവല്ലും കൊടുത്തു. അമ്മ അദ്ദേഹത്തിനോട് വളരെ ഇതായിട്ട് പറഞ്ഞു, 2 ചപ്പാത്തി കൂടുതൽ കഴിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. ഇതിൽ ഇന്നും പറഞ്ഞു അവിടെ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ അതുപോലെ ഒരു ഇതിനായിട്ട് ചെയ്ത് എന്നിട്ട് എന്ത് അവസാനം അമ്മ തന്നെ ജയിച്ചു. അത് കൊടുക്കും, അത് കൊടുക്കണം. പിന്നെ ഭഗവാൻ അതിൽ ഇൻട്രഫിയർ ചെയ്ത് പറഞ്ഞു വരുന്നത് ഭഗവാന്റെ ആ ഡിസിപ്ലിനാണ്, ചിട്ടകളാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ എപ്പോഴും പറയും, എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് വേണ്ടതുപോലെ ചെയ്യണം.
എത്രയും വൃത്തിയായിട്ട് ചെയ്യാമോ അത്രയും വൃത്തിയായിട്ട് ചെയ്യണം. ഈ ഉപദേശങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നു. നമ്മൾ വിജ്ഞാനാനന്ദ സ്വാമിയുടെ കാര്യത്തിലും സുബോധാനന്ദ സ്വാമിയുടെ കാര്യത്തിലും ഒക്കെ ഇത് കേട്ടതാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പോയി 1886 ഓഗസ്റ്റ് 16 അദ്ദേഹം ഈ ഭൂലോകത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നത്. ഭഗവാൻ അന്ന് പിന്നെ ബാബുരാം ഈ സംഭവം നടന്നു കഴിഞ്ഞോടെ അമ്മയുടെ അടുത്ത് പോയി കരഞ്ഞ് കുറേ നേരം. ബാബുരാമിന് ഇങ്ങോട്ട് വരാനേ തോന്നിയില്ല. കരഞ്ഞ് അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും മുമ്പോട്ട് കാലം മുമ്പോട്ട് പോയി. ഈ വാരാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യത്തെ ആശ്രമം, ശ്രീരാമകൃഷ്ണാശ്രമം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ അത് പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ പിന്നെ ആശ്രമം. ഇപ്പം കുറച്ച് ദിവസം അമ്മയുടെ കൂടെ നിന്ന് ആ സങ്കടമൊക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ ഇങ്ങോട്ട് വന്നു, ആശ്രമത്തിലേക്ക് വന്നു, പുതിയ ആശ്രമത്തിലേക്ക് വന്നു. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബാബുരാമൻ്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം എൻ്റെ ഗൃഹത്തിൽ വരണം, അവിടെ വന്ന് ഭജനയൊക്കെ ചെയ്യണം എന്നൊക്കെ. അന്ന് വിവേകാനന്ദ സ്വാമിയോട് കൂടെ പറഞ്ഞു. വിവേകാനന്ദ സ്വാമി അത് അക്സെപ്റ്റ് ചെയ്തു. അവർ പിന്നെ ട്രെയിനിൽ കാൺപൂരിലേക്ക് പോകുന്ന വഴിക്ക് അവർ ഭജനയും രാമകൃഷ്ണ ഭഗവാന്റെ ഭജനയും ഒക്കെ ചൊല്ലി അങ്ങനെ ഒരു വളരെ ഹാപ്പി ഗ്രൂപ്പായിട്ട് അവർ പോയി. അവിടെ ചെന്ന് അവർ ധ്യാനവും അങ്ങനത്തെ ഇതിലുമൊക്കെ അവർ പങ്കെടുത്തു. അങ്ങനെ ഒരു നല്ല സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ അന്ന്. അത് കഴിഞ്ഞ് അവർ തിരിച്ച് പിന്നെ ആശ്രമത്തിലേക്ക് തന്നെ വന്നു. പിന്നെ ആശ്രമത്തിൽ വന്നു കഴിഞ്ഞ് പിന്നെ നരേന്ദ്രൻ നിശ്ചയിച്ചു സന്യാസത്തിലേക്ക് ഇനി വഴി മാറണം എന്നുള്ളത് നിശ്ചയിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അറിയാം ഭഗവാൻ എത്ര കണ്ട് ഈ ബാബുരാമനോട്. അതിൻ്റെ ഇടയിൽ ഭഗവാൻ പോയി. അപ്പം ബാബുരാമന് സന്യാസം കൊടുക്കാൻ നിശ്ചയിച്ചു. അപ്പം നരേന്ദ്രൻ്റെ മനസ്സിലറിയാം ഹൗ മച്ച് പിന്നെ ഈ ബാബുരാമനെ ഇഷ്ടപ്പെട്ടിരുന്നു ഭഗവാൻ. ഇവർക്കൊക്കെ ചിലപ്പോൾ അസൂയ വരെ ഉണ്ടായിരുന്നു ഈ ബാബുരാമനോടുള്ള ആ സ്നേഹം കണ്ടിട്ട്. പക്ഷേ അവരെ എല്ലാവരെയും ഭഗവാൻ ഒരുപോലെ സ്നേഹിച്ചു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അപ്പം എന്ത് പറ്റി, ഇത് നരേന്ദ്രന് നന്നായിട്ട് അറിയാം. അപ്പം അത് കഴിഞ്ഞ് രാധയുടെ അവതാരമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ഇതോടും കൂടി ആ രണ്ട് ഇതും മനസ്സിൽ വെച്ചിട്ടാണ് പ്രേമത്തിൻ്റെ മഹാൻ എന്നുള്ള ഇതിലാണ് പ്രേമാനന്ദ സ്വാമിജി അദ്ദേഹത്തിന് പേര് കൊടുത്തത്. അപ്പം ബാബുരാം എന്നുള്ള പേര് മാറി അദ്ദേഹം പ്രേമാനന്ദ സ്വാമിജി ആയി മാറി. അദ്ദേഹം ഭഗവാൻ പോയി കഴിഞ്ഞ് പിന്നെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അത് തന്നെ ആയിരുന്നു. അവർക്കൊരു വലിയ വാക്വമായിരുന്നു മുമ്പിൽ. എങ്ങോട്ടാ എന്തോ ഒന്നും അറിഞ്ഞില്ല. എന്തോ വലിയൊരു കാര്യം നഷ്ടപ്പെട്ടു. പക്ഷെ നരേന്ദ്രൻ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ബീക്കണായിട്ട് നരേന്ദ്രൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭഗവാൻ ഉണ്ടായിരുന്നപ്പോൾ ഈ ശിഷ്യന്മാരുടെ എല്ലാവരും എപ്പോഴും സ്നേഹമായിട്ടിരിക്കണം. നരേന്ദ്രനെ ഇങ്ങനെ കൂടുതൽ ഒരു ഹെഡ്ഷിപ്പ് കൊടുത്ത് വളർത്തി കൊണ്ടുനിന്നു. അതുകൊണ്ട് ശിഷ്യന്മാർക്കറിയാം നരേന്ദ്രനാണ് നമ്മളുടെ ചീഫ്. അദ്ദേഹം പറയുന്നത് വേണം നമ്മളെല്ലാവരും കേൾക്കാൻ. ആ ഒരു ട്രഡീഷൻ ഭഗവാൻ അതെല്ലാം ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടാണ് പോയത്. അപ്പം അങ്ങനെ പോയി ഇവിടെ ഇങ്ങനെ ധ്യാനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നു. അഭേദാനന്ദ സ്വാമി, ശാരദാനന്ദ സ്വാമി അവരുടെ കൂടൊക്കെ അദ്ദേഹം പല സ്ഥലങ്ങളിൽ. അത് കഴിഞ്ഞ് ശിഷ്യന്മാരിങ്ങനെ രാജ്യം മുഴുവൻ പിന്നെ യാത്ര ചെയ്യുക, അമ്പലങ്ങളിൽ പോവുക, തൊഴുക, പിന്നെ ആരെങ്കിലും ദാനം കൊടുക്കുന്നത് കൊണ്ട് കഴിയുക. അങ്ങനെ വളരെ സിമ്പിൾ ലൈഫാണ്. അല്ലാതെ ലക്ഷറി എന്ന് പറഞ്ഞാൽ അവരുടെ ആരുടെ ശരീരത്തിലില്ല. പിന്നെ അങ്ങനെ ജീവിച്ചു പോന്നു. ഇവിടെ വന്നു പിന്നെ അങ്ങനെ കഴിഞ്ഞു. ആ ഇടയ്ക്കാണ് 1800 ഞാൻ ക്ഷമിക്കണം കേട്ടോ, ഇങ്ങനെ 1890 ബൽറാം ബസു മരിച്ചു പോകുന്നത്. ആരെ ബൽറാം ബസു പറയും? ബാബുരാമിൻ്റെ ബ്രദറിലെയാണ് ബൽറാം ബസു. അദ്ദേഹം മരിച്ചു പോയി. അപ്പോൾ ബാബുരാമിന് അതൊരു വിഷമമായി. അതുകൊണ്ട് അവിടെ പോയി സിസ്റ്ററിനെ സാന്ത്വനപ്പെടുത്താനൊക്കെ പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ആലംബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പം ഒരു ആശ്രമം കൂടെ അവർ വെച്ചു. ആലംബസാർ വളരെ അടുത്തായിരുന്നു, അവിടെ വെച്ചു. അങ്ങനെ പിന്നെ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്ന കാലത്താണ് അവർ പ്ലാൻ ചെയ്തു നമുക്കൊരു വൃന്ദാവൻ യാത്ര നടത്തണം. വൃന്ദാവൻ യാത്ര നടത്തണമെന്ന് പറഞ്ഞ സ്വാമിമാർ അതായത് പ്രധാനമായിട്ട് ശാരദാനന്ദ സ്വാമി പിന്നെ അഭേദാനന്ദ സ്വാമി അവർ ഒരുമിച്ച് പോയി
കാളികൃഷ്ണ എന്ന് പറയുന്നത് വിരജാനന്ദ സ്വാമി അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുമിച്ച് ഇവരവിടെ പോയി പിന്നെ എപ്പോഴും രാവിലെയും വൈകിട്ടൊക്കെ അവർ 5-6 മാസം അവിടെ പുരി എന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ 6 മാസം താമസിക്കാതെ വരാൻ ഒക്കുകയില്ല. ജഗന്നാഥന്റെ പ്രസാദമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ വന്നപ്പോൾ പിന്നെ നമ്മുടെ ഈ വിരജാനന്ദ സ്വാമിക്ക് അസുഖം പിടിപെട്ടപ്പോൾ പിന്നെ അവർ പിന്നെ മനസ്സിൽ വിചാരിച്ചു അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണമല്ലോ. അപ്പൊ ഇട്ടാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരാ ഉള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഞാൻ ചോദ്യം ചോദിക്കും. ഹരിപ്രസന്ന എന്ന് പറഞ്ഞ ഒരാളാണ്. ആര് ഹരിപ്രസന്ന? വിജ്ഞാനാനന്ദ സ്വാമി. ഇനി അടുത്ത തവണ മുതൽ പറയണം, ക്ഷമിക്കണം. വിജ്ഞാനാനന്ദ സ്വാമിയാണ്. വിജ്ഞാനാനന്ദ സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോയി അവിടെ നിർത്തി. അദ്ദേഹം അസുഖമൊക്കെ ഭേദമായി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ താമസിച്ചു. ആ ഇടയ്ക്ക് വിവേകാനന്ദ സ്വാമി പുറത്ത് പോയിരുന്നു. ചിക്കാഗോ പ്രസംഗമൊക്കെ അപ്പോഴാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമെന്ന് കേട്ടപ്പോൾ അവിടെ പോയി വിവേകാനന്ദ സ്വാമി ഒന്ന് കാണണമെന്ന് ഇവർക്ക് ആദ്യം തോന്നി. നമ്മുടെ പ്രേമാനന്ദ സ്വാമിക്കും പിന്നെ ശാരദാനന്ദ സ്വാമിക്കും ഒക്കെ അവർക്ക് തോന്നി. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ കയറി വിവേകാനന്ദ സ്വാമിയെ കൂടെ കാണാം എന്നും പറഞ്ഞ് അവർ പ്ലാൻ ചെയ്തു. പോകുന്ന വഴിക്ക് അവർ ശാരദാദേവിയെ കാണാനായിട്ട് ജയറാംവാടിയിൽ പോയി അവിടെ 2-3 ദിവസം താമസിച്ചപ്പോൾ അവരൊരു ദിവസം വിരജാനന്ദ സ്വാമി പിന്നെ പ്രേമാനന്ദ സ്വാമിയോട് നടക്കാൻ പോയപ്പോൾ ഒരു പൊയ്കയിൽ നല്ല താമരകൾ കണ്ടമാനം നിൽക്കുന്നു. എപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ പ്രേമാനന്ദ സ്വാമിക്ക് തോന്നി ഈ കുറച്ച് കൊണ്ടുപോയി ഭഗവതിക്ക് പിന്നെ അർപ്പിക്കണം എന്ന് തോന്നി ആ കുളത്തിലിറങ്ങി അതിൻ്റെ കുറേ അട്ടകളുണ്ടായിരുന്നു, ഈച്ച്. അത് കഴിച്ച് ഇദ്ദേഹത്തിൻ്റെ മേലും ഈ ഈച്ച് കടിച്ച് ചോരയൊക്കെ ഒലിച്ച് ദേവിക്ക് കൊണ്ടുവന്ന് ഇത് സമർപ്പിച്ചപ്പോൾ ദേവി ഇത് നോട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? കണ്ടമാനം വഴക്ക് പറഞ്ഞു, ഇങ്ങനൊന്നും ചെയ്യരുത്, പിന്നെ അത് തെറ്റാണ്, നീ നിന്റെ ദേഹം എപ്പോഴും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവി. അപ്പോഴേ ഭഗവാന്റെ അടുത്തുനിന്നും ദേവിയുടെ അടുത്തുനിന്നും ഇവർക്ക് സ്വന്തം പേരൻസിൻ്റെ പോലെ അതിനേക്കാളിൽ കൂടുതൽ ഒരു ലവ് ആൻഡ് അഫെക്ഷനാണ് ഭഗവാനും ദേവിയും അവർക്ക് ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് അവർ തിരിച്ച് പിന്നെ ആലംബസാരി വന്നു. അപ്പോഴത്തേക്ക് വിവേകാനന്ദ സ്വാമി അവിടെ വന്നിരിക്കുന്നു. സ്വാമിജി അവിടെ വന്നു കഴിഞ്ഞോട്ടെ സ്വാമിജി ആകെ എല്ലാം ഒന്ന് നമ്മുടെ സ്വാമിയുടെ കൂട്ട് എല്ലാം ഒന്ന് ഡിസിപ്ലിൻഡ് ആക്കി നല്ല പൂന്തോട്ടമൊക്കെ വെച്ചു, പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ തുടങ്ങി. അതുപോലെ തന്നെ പിന്നെ ടൈം ടേബിൾ ഫിക്സ് ചെയ്തു. രാവിലെ 4 മണിക്ക് എണീക്കണം, ധ്യാനം. ഒരു ദിവസത്തെ സ്വാമിമാരുടെ കംപ്ലീറ്റ് പ്രോഗ്രാംസ് അദ്ദേഹം ചാർട്ട് ഔട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു എല്ലാവരും ഈ ഡിസിപ്ലിനിൽ വേണം ഇനിയിപ്പോൾ കഴിയാൻ. ആരെങ്കിലും എണീക്കാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവർക്ക് ഫുഡില്ല, അവർ പുറത്ത് പോയി ഭിക്ഷയയച്ച് എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചോണം. അതാണ് സ്വാമിജി ഈ പിന്നെ ഇത് ഉണ്ടാക്കിയതിൽ പിന്നെ തയ്യാറാക്കിയത്. ധ്യാനം, പാരായണം, അതുപോലെ വ്യായാമം, കർമ്മയോഗം, വേദാധ്യയനം, ഇങ്ങനത്തെ പല ടൈം ടേബിളിലാണുകൾ അദ്ദേഹം വെച്ചിരുന്നത്. അപ്പം ഇങ്ങനെ നടന്നപ്പോൾ വിവേകാനന്ദ സ്വാമി ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് ഇഷ്ടമല്ല. അപ്പം ഒരു ദിവസം പ്രേമാനന്ദ സ്വാമി ഉച്ചയ്ക്ക് പുറത്തങ്ങ് ഉറങ്ങി. അപ്പോൾ ഉച്ചയ്ക്ക് ഡിസ്കോഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മനസ്സിലാക്കി പ്രേമാനന്ദ സ്വാമിയെ കാണുന്നില്ല. അപ്പോൾ ഒരു ശിഷ്യനോട് നോക്കാൻ പറഞ്ഞപ്പോൾ പോയി നോക്കിയിട്ട് പറഞ്ഞു അദ്ദേഹം അവിടെ വിശ്രമിക്കുന്നു. ഈ സമയത്ത് പോയി കാലി പിടിച്ച് വലിച്ചു കൊണ്ടുവരാൻ. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ബ്രഹ്മചാരി പേടിയായി. വലിയൊരു മനുഷ്യൻ്റെ കാലി പിടിച്ച് വലിക്കാനൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? പക്ഷേ ഇവിടുന്നുള്ള രാജകൽപ്പനയാണ്, വിവേകാനന്ദ സ്വാമിയാണ് പറഞ്ഞിരിക്കുന്നത്. പോയി അവിടെ ചെന്ന് കാലി പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നീ എന്താ ഈ കാണിക്കുന്നത്? പിന്നെ എന്നോട് പറഞ്ഞാൽ ഞാൻ എണീക്കാം, അല്ല കാലി പിടിച്ച് വലിക്കാൻ എന്നോട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊണ്ടും സ്വാമിക്ക് വല്ലാത്ത വിഷമമായി. ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോഴാണ് സ്വാമിക്ക് പിന്നെ വിഷമമായിട്ട് തോന്നിയത്. ഭഗവാൻ ഹൃദയത്തിലാണ് പ്രേമാനന്ദ സ്വാമിയെ വെച്ചിരുന്നത്. ആ ഭഗവാൻ ഹൃദയത്തിൽ വെച്ച സ്വാമിജിയാണ് ഞാനിങ്ങനെ ഉപദ്രവിച്ചത്. വിവേകാനന്ദ സ്വാമിക്ക് വല്ലാത്ത വിഷമം തോന്നി. അദ്ദേഹം ഒത്തിരി കരഞ്ഞു. അത് പ്രേമാനന്ദ സ്വാമി മനസ്സിലാക്കി പോവുകയും ഒക്കെ സംസാരിച്ചത് ഏതായാലും അങ്ങനെ ആ ഇടയ്ക്ക് സ്വാമിജി ഞാൻ ടേക്കിംഗ് മോർ ടൈം. പിന്നെ 1898 ഡിസംബർ 9 പിന്നെ നമ്മുടെ വേദൂർമഠത്തിൽ പ്രതിഷ്ഠയെല്ലാം നടത്തുന്നത്.
അത് കഴിഞ്ഞപ്പോഴുടനെ അവിടുത്തെ പൂജാകർമ്മങ്ങളൊക്കെ പിന്നെ പ്രേമാനന്ദ സ്വാമി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു തുടങ്ങി. വിവേകാനന്ദ സ്വാമിയാണ് ആകെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നിന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം വിവേകാനന്ദ സ്വാമി പറഞ്ഞു, പ്രേമാനന്ദ സ്വാമിയുടെ അടുത്ത് ആശ്രമത്തിന് വേണ്ട ഒത്തിരി കാര്യങ്ങൾ അങ്ങ് ചെയ്തു, ഭഗവാനെ വേണ്ടതുപോലെ പൂജിച്ചു, എനിക്ക് തോന്നുന്നു ഇനി ജീവിച്ചിരിക്കുന്ന ഈശ്വരന്മാരെ പൂജിക്കലാണ് അങ്ങയുടെ ജോലി എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിച്ചിരിക്കുന്ന ഈശ്വരന്മാരെന്ന് പറഞ്ഞാൽ പുറത്ത് കഷ്ടപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അവരെ പോയി ഹെൽപ്പ് ചെയ്യാനാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതും പിറ്റേ ദിവസം മുതൽ പൂജയെല്ലാം നിർത്തി രാവിലെ പ്രേമാനന്ദ സ്വാമി രാവിലെ പോകും. അല്ല, പ്രേമാനന്ദ സ്വാമിയുടെ ആ ക്വാളിറ്റീസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവേകാനന്ദ സ്വാമി പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല. പിറ്റേ പോയി പിന്നെ സാധുജനങ്ങളെയൊക്കെ കൊണ്ടുവരും, അവരുടെ എന്തെങ്കിലും മുറിവുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കും. അതുപോലെ തന്നെ പിന്നെ കുളിക്കാതെയും നനയ്ക്കാതെയൊക്കെ നടക്കുന്നവരെയൊക്കെ ഫ്രഷാക്കി അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ആ ഇടയ്ക്ക് വേറെ ഒരു സംഭവം നടന്നത്, വിവേകാനന്ദ സ്വാമിയുടെ ഒരു ഭക്തൻ അവിടെ വന്ന് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ദിവസം പൂജ കഴിക്കണം അങ്ങയുടെ. അപ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും അത്ര ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല, എങ്കിലും ഭക്തൻ പറഞ്ഞതല്ലേ, അദ്ദേഹത്തിന് അതിന് എഗൻസ്റ്റ് നിൽക്കേണ്ടാന്ന് ശരി സമ്മതിച്ചു. അത് പൂജകൾ ചെയ്തു. ഒപ്പം ഭഗവാനെ പൂജ ചെയ്തിരുന്ന ചില പാത്രങ്ങളും അതും ഇതൊക്കെയാണ് ഇദ്ദേഹവും. അത് സ്വാമിജിയുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രേമാനന്ദ സ്വാമി വന്നപ്പോൾ പറഞ്ഞു, നോക്കൂ ഇദ്ദേഹം ഇങ്ങനൊരു അനൗചിത്യമായിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രേമാനന്ദ സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഭഗവാൻ പോയി, ആ ചൈതന്യമെല്ലാം അങ്ങയിലുണ്ട്, അതുകൊണ്ട് യു ഡിസർവ് ഇറ്റ്, അതുകൊണ്ട് അതിൽ ഒരു തെറ്റും അങ്ങ് മനസ്സിൽ വിചാരിക്കരുത് എന്ന് പറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് സമാധാനിച്ചു. കുറച്ച് ഞാൻ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഒരു തവണ വിവേകാനന്ദ സ്വാമി ശിഷ്യന്മാരെയെല്ലാം മുകളിലത്തെ പിന്നെ റൂമിലിരുന്ന് അവർക്ക് പിന്നെ ചില ക്ലാസ്സുകൾ എടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ രാവിലെ 11-11:30 മണിയായി. ഭഗവാന് നിവേദ്യം സമർപ്പിക്കേണ്ട സമയമായി. ശിഷ്യന്മാരെ, ബ്രഹ്മചാരിമാരെ ആരെയും ഇങ്ങോട്ട് കാണാനില്ല. അപ്പം പിന്നെ സ്വാമിജിക്ക് വിഷമം വന്നു. സ്വാമിജി അവിടെ താഴ്ന്ന മുകളിലോട്ട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇവിടെ ഭഗവാന്റെ കാര്യം നോക്കണ്ടേ, ഇങ്ങോട്ട് വന്ന് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വിവേകാനന്ദ സ്വാമി ക്ഷിപ്രകോപിയാണ്. അവിടെ ചെന്നപ്പോൾ വിവേകാനന്ദ സ്വാമി മുകളിൽ ചെന്നപ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ട് ഇത് ഭഗവാനുള്ള ആരതി എല്ലാം നിനക്ക് തോന്നുന്നു, ഭഗവാൻ വേണ്ടി തന്നെയാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് പ്രേമാനന്ദ സ്വാമിക്ക് വലിയ ഷോക്കായി. പ്രേമാനന്ദ സ്വാമി അത് തിരിച്ചു പോയി ആരതി പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം അവിടെ പോയി ആ മച്ചിൻ്റെ മുകളിലെങ്ങാണ്ട് പോയിരുന്നു കരയാൻ. അവിടെ പോയിരുന്നു കരയുക. അപ്പോഴത്തേക്ക് വിവേകാനന്ദ സ്വാമിക്ക് മനസ്സിലായി അദ്ദേഹത്തിനെ ഹർട്ട് ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞ് വിവേകാനന്ദ സ്വാമി ചോദിച്ചു, ഇദ്ദേഹം ഇവിടെ പോയി ചോദിച്ചു കഴിഞ്ഞ് ഇന്ന സ്ഥലത്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് വിവേകാനന്ദ സ്വാമി പ്രേമാനന്ദ സ്വാമിയോട് മാപ്പ് അപേക്ഷിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങേക്ക് എന്നെ പണിഷ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അതങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിന് കോമ്പൻസേഷനായിട്ട് എന്താ ചെയ്തത് വിവേകാനന്ദ സ്വാമി? ശ്രീരാമകൃഷ്ണദേവൻ്റെ പിന്നെ അമ്പലത്തിലേക്കുള്ള പടി പോയി നെറ്റി ഇങ്ങനെ താഴെ നമസ്കരിച്ച് മുറിഞ്ഞ്, അതായിരുന്നു കോമ്പൻസേഷൻ. ബിക്കോസ് അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണ്, ഇത്രയും വലിയൊരു ഭഗവാൻ ഇത്രയും ഇഷ്ടമുണ്ടായിരുന്നൊരു ശിഷ്യനെ ഞാനിങ്ങനെ പണിഷ് ചെയ്തല്ലോ എന്നുള്ള ആ വിഷമം. അത് കഴിഞ്ഞ് ദിവസങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വിവേകാനന്ദ സ്വാമി വയ്യാണ്ടാകുന്നത്, പക്ഷേ വിവേകാനന്ദ സ്വാമി ഒരിക്കലും കിടന്നിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിന് ആ മരിക്കുന്ന അന്നും കൂടെ വിവേകാനന്ദ സ്വാമി പ്രേമാനന്ദ സ്വാമി കൂടെ മാർക്കറ്റ് വരെ നടക്കുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. രാവിലെ മുഴുവൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ഗ്രാജുവലായിട്ടുള്ള ഒരു ഡിക്ലൈൻ ആയിരുന്നു വിവേകാനന്ദ സ്വാമി. 1902 ജൂലൈ 4-നാണ് സ്വാമിയുടെ മഹാസമാധി നടക്കുന്നത്. അപ്പം അതുവരെ അദ്ദേഹം ആക്റ്റീവായിരുന്നു, ആശ്രമത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തത്. അതിന് മുമ്പ് വിവേകാനന്ദ സ്വാമി പ്രേമാനന്ദ സ്വാമിയോട് പറഞ്ഞിരുന്നു, അവിടെ വേണം എന്നെ ധരിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 2 കാര്യങ്ങൾ പറഞ്ഞു, നീ മന്ത്രദീക്ഷ ഒന്നും കൊടുക്കരുത്, ശ്രമിക്കരുത്, അതുപോലെ ബേലൂർ മഠത്തിൻ്റെ കംപ്ലീറ്റ് ചാർജ് ഏറ്റെടുത്തോളണം എന്ന് പറഞ്ഞു.
മന്ത്രദീക്ഷ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ബ്രഹ്മാനസ്വാമിയുണ്ട്. ബ്രഹ്മാനസ്വാമിയുടെ ശിഷ്യന്മാർക്ക് ബ്രഹ്മാനസ്വാമി മന്ത്രദീക്ഷ കൊടുക്കുന്നുണ്ട്. അവരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമോ ഈഗോ ക്ലാഷോ ഒന്നും വരരുത് എന്നുള്ള ഇത് മുമ്പിൽ കണ്ടുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പ്രേമാനന്ദസ്വാമിയോട് പറഞ്ഞത് അതിനൊന്നും ബെഞ്ചോറ് ചെയ്യരുത്. അപ്പം അങ്ങനെ സ്വാമിജി പിന്നെ അത് ചെയ്തിട്ടില്ല. അതേസമയം വേലൂർ മഠത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അദ്ദേഹമായിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ സുബോധാനന്ദ സ്വാമി ചെയ്തിരുന്ന പോലെ സുബോധാനന്ദ സ്വാമി വെജിറ്റബിൾ മേടിച്ചുകൊണ്ട് വരിക, അത് കഴുകുക, അത് കട്ട് ചെയ്യുക, അത് കുക്ക് ചെയ്യുക, ഭഗവാന് നിവേദിക്കുക, സന്യാസിമാർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്നത് മഹാസേനായിരുന്നു സുബോധാനന്ദ സ്വാമി. ഏതാണ്ട് അതുപോലെ തന്നെയാണ് വിജ്ഞാനാനന്ദ സ്വാമി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭഗവാന്റെ ഡിസൈപ്പിൾസ് അത്ര ഡൗൺ ടു എർത്തായിട്ട് ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാരായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും. അപ്പം അങ്ങനെ മുമ്പോട്ട് പോയി. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അപ്പം പിന്നെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട് നടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ബ്രഹ്മാനന്ദ സ്വാമി പറഞ്ഞിട്ട് പ്രേമാനന്ദ സ്വാമി പറഞ്ഞു, പിന്നെ ഢാക്ക, പിന്നെ ബംഗ്ലാദേശ്, ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, അവിടെയൊക്കെ പോയി. അപ്പം എന്താണെന്ന് വെച്ചാൽ ബംഗാളിൽ ഇൻ ജനറൽ അവരൊക്കെ ശ്രീരാമകൃഷ്ണ ഭക്തരാണ്. അവർ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, പക്ഷെ അവർക്കൊക്കെ ഭഗവാന്റെ അടുത്തൊരു ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പം ബ്രഹ്മാനന്ദ സ്വാമി പറഞ്ഞു ഢാക്ക ഏരിയയിലൊക്കെ പോയി ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ പ്രേമാനന്ദ സ്വാമി അത് വളരെ ഹാപ്പി ആയിട്ട് ചെയ്തു. അവിടെ പലതവണ പോവുകയൊക്കെ ചെയ്തു. നല്ല പ്രഭാഷകനായിരുന്നു പ്രേമാനന്ദ സ്വാമി. പ്രേമാനന്ദ സ്വാമി സ്റ്റേജിൽ കയറി വർത്തമാനം പറയാൻ തുടങ്ങിയാൽ എത്ര സമയം പോയി എന്ന് ആൾക്കാർക്ക് അറിയില്ല. അതുപോലെ മധുരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രേമാനന്ദ സ്വാമി പറഞ്ഞുകൊണ്ട്. പിന്നെ ഒരു നല്ല പ്ലീസിങ് മുഖവും ക്യാരക്ടറുമായിരുന്നു. അതുകൊണ്ട് എന്താണ്, ആൾക്കാർ അവിടെ വന്നു കഴിഞ്ഞാൽ അവർ അട്രാക്റ്റഡ് ആയിട്ട് അവർ പിന്നെ അവിടെ നിന്ന് എനിക്ക് പോകില്ല അദ്ദേഹം പോകുന്നത്. അതുപോലൊരു പ്രഭാഷകനായിരുന്നു. ഒരു തവണ ശാരദാദേവിയോട് പ്രേമാനന്ദ സ്വാമി പറയുന്നുണ്ട്, എന്നെ കണ്ടമാനം സ്ഥലത്തു നിന്ന് ഇങ്ങനെ പ്രഭാഷണങ്ങൾക്ക് വിളിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പം ദേവി പറഞ്ഞു, പോയി എല്ലായിടത്തും പോയി പ്രഭാഷണം കൊടുക്കണം. രാമകൃഷ്ണദേവൻ നിന്റെ നാവിൽ കൂടെ എനിക്ക് വേണ്ടി സംസാരിച്ചു കൊടുക്കും. നീ അവിടെ പോയി എല്ലാ ആൾക്കാരുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കണമെന്ന് ശാരദാദേവി അഡ്വൈസ് ചെയ്യുന്നുണ്ട് പ്രേമാനന്ദ സ്വാമി. ഒരു കാര്യം നോക്കൂ, ബംഗ്ലാദേശിൽ നിറച്ച് മുസ്ലിംസാണ്. അവിടെ ചെന്നിട്ടാണ് അദ്ദേഹം ഈ രാമകൃഷ്ണദേവൻ്റെ കാര്യങ്ങൾ മുസ്ലിംസ് എല്ലാം ഇമ്പൈബ് ചെയ്യുക ചെയ്തത്. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് തന്നെയല്ല, ഞാൻ അവിടുത്തെ പിന്നെ നവാബ് സലീമുള്ള എന്ന് പറഞ്ഞ ഒരു അദ്ദേഹമായിരുന്നു അവിടെ ഭരിച്ചിരുന്നത് അന്നത്തെ കാലത്ത് ഢാക്ക. അപ്പോൾ അദ്ദേഹത്തിന് വരെ ഇമ്പ്രസ്ഡ് ആയിപ്പോയി പ്രേമാനന്ദ സ്വാമിയുടെ ക്ലാസ്സുകളുമൊക്കെ. പിന്നെ ഭഗവാന്റെ കാര്യം, എന്നിട്ട് ഒരു തവണ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് സ്വാമിജിയെ ക്ഷണിച്ചു, വേണ്ടവണ്ണം എല്ലാം സൽക്കരിച്ചു. പിന്നെ അവിടെ ഈ മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാൻ രാമകൃഷ്ണദേവൻ്റെ പിന്നെ ടീച്ചിങ്സ് പഠിപ്പിക്കാൻ ഒക്കുമോ എന്നൊക്കെ ബ്രഹ്മാനന്ദ സ്വാമിയായിട്ട് സംസാരിച്ചു. പ്രേമാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്ലാസ് എടുക്കലും പറഞ്ഞു കൊടുക്കലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. അപ്പം അദ്ദേഹം അതെല്ലാം സമ്മതിച്ച് അങ്ങനെ മുമ്പോട്ട് പോയി. എന്നിട്ട് ആദ്യത്തെ ഢാക്കയിലെ രാമകൃഷ്ണാശ്രമം ഫണ്ട് ചെയ്യുന്നത് ഈ മുസ്ലിം ഫാമിലിയാണ്. മനസ്സിലായില്ലേ? ഇന്ന് നോക്കും, ഇന്നത്തെ സിറ്റുവേഷനും അന്നത്തെ സിറ്റുവേഷനും. അന്ന് അവിടെ പോയി പ്രേമാനന്ദ സ്വാമി ഇത്രയൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തു. ആദ്യത്തെ ആശ്രമം ഉണ്ടാക്കാനുള്ള ഫണ്ട് ഒരു മുസ്ലിം രാജാവിൻ്റെ അദ്ദേഹം വളരെ ഇതായിരുന്നു അത് അവിടെ വരണം എന്നുള്ളത്. അങ്ങനെ അവിടെ ആശ്രമം ആയി. അത് നമ്മൾ ബ്രഹ്മാനന്ദ സ്വാമി പോയി ഇനോഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യം ആയി. പിന്നെ പ്രേമാനന്ദ സ്വാമി വയ്യാണ്ട് വന്നു. അദ്ദേഹത്തിന് അവസാനം സംഭവം നടക്കുന്നത് ഈ ബംഗ്ലാദേശിൽ ഒരു സ്ഥലത്ത്. പിന്നെ പ്രേമാനന്ദ സ്വാമിക്ക് ഒരു സ്വഭാവമുണ്ട്, അദ്ദേഹം ആർക്കും ഓർഡർ കൊടുക്കുക, പോയി അതെടുത്തുകൊണ്ട് വരും. നോ, അദ്ദേഹം തന്നെ പോയി അത് ചെയ്യും. അത് അത്രയും കാര്യങ്ങൾ ചെയ്യും ഇല്ല, അദ്ദേഹം കൂടെ പോയി അവരുടെ കൂടെ നിന്നത് ചെയ്യും. ഒന്നിനും ഒരാളോട് ഒരു ഓർഡർ ചെയ്യുന്ന സ്വഭാവമല്ലായിരുന്നു പ്രേമാനന്ദ സ്വാമി. അങ്ങനെ വന്നപ്പോൾ ഢാക്കയിൽ ഒരു തവണ പോയി വിസിറ്റ് ചെയ്തപ്പോൾ ഒരു കുളത്തിൽ നിറച്ച ആഫ്രിക്കൻ പായ. അപ്പോൾ പറഞ്ഞു, ഈ ആഫ്രിക്കൻ പായലാണ് കണ്ടമാനം ഉപദ്രവം ഉണ്ടാക്കുന്നത്, അത് നിങ്ങൾ മാറ്റും. എന്നിട്ട് സ്വാമി തന്നെ അവിടെ ഇറങ്ങി കുളത്തിൽ നിന്ന് പായൽ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ളത് ഭക്തർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവിടുന്ന് അദ്ദേഹത്തിന് അസുഖം പിടിക്കും. അന്ന് മുതൽ അദ്ദേഹത്തിന് ഈ കാൽ
മാലാ അൾസർ എന്നും പറഞ്ഞ് ബ്ലാക്ക് ഫീവർ എന്ന് പറയണ്ട, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയില്ല. അദ്ദേഹത്തിന് അത് പിടിപെട്ടു, വിട്ടുമാറാത്ത പനിയായി. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നയിച്ചത്. അങ്ങനെ കഷ്ടപ്പെട്ടു. ആ സമയത്തൊക്കെ ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കുകയും അമ്മയെ എപ്പോഴും സ്വപ്നം കാണുകയും ചെയ്തുകൊണ്ടിരുന്നു. ബ്രഹ്മാനന്ദസ്വാമി ഒന്ന് സംസാരിക്കുകയൊക്കെ ഉണ്ട്. അവസാനമാണ് ഒരു ഡേറ്റിന് ഞാനത് എഴുതിയില്ല, ക്ഷമിക്കണം നമ്മൾ. അദ്ദേഹം വളരെ പീസ്ഫുള്ളായിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് 3:15 വളരെ പീസ്ഫുള്ളായിട്ട് ഭഗവാന്റെ പടവും കണ്ടുകൊണ്ട് കൂടെ ഭഗവാന്റെ പടം ഇങ്ങനെ കണ്ടുകൊണ്ട് കൃപ 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 എന്ന് പറയുകയായിരുന്നു മരിക്കാറായപ്പോൾ. അപ്പം ബ്രഹ്മചര്യ ശിഷ്യന്മാർ ചോദിക്കും, അങ്ങേക്ക് ഭഗവാന്റെ മുഖം ഓർമ്മ വരുന്നുണ്ടോ? അപ്പം കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പം അങ്ങനെ കാണിച്ച് അങ്ങനെ ഒരു ഗ്രാജുവൽ എൻഡിങ്ങിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങി. അങ്ങനെ ഒരു മഹാവ്യക്തിത്വമായിരുന്നു പ്രേമാനന്ദസ്വാമി. അപ്പം അത് നമുക്കിന്നിവിടെ അതോടുകൂടി നിർത്താം. പിന്നെ ഇത് പറയാൻ എനിക്ക് അനുവാദം തന്ന സ്വാമിജിയോടും നരേന്ദ്രപ്രസാദ് സാറിനോടും ഞാൻ നമസ്തേ പറയുന്നു. എല്ലാവരോടും നമസ്കാരം പറയുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമെന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. അവിടെ മെഡിറ്റേഷൻ ധ്യാനത്തിൽ അനേക മെത്തേഡ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് അക്കോർഡിംഗ് ടു പതഞ്ജലി യോഗസൂത്രം ലീലാധ്യാനം ഉണ്ട്. ഇത് അദ്വൈതികൾക്കും വിശിഷ്ടാദ്വൈതികൾക്കും എല്ലാവർക്കും ഉണ്ട്. ആ ലീലാധ്യാനം എന്തെങ്കിലും ആ பகவான் எப்படி வாழ்ந்து எப்படி லீலைகள் எல்லாம் செஞ்சு ஆ லீலைகள் அப்படியே சரித்திர ரூபத்தில் பிரபாஷமாக அற்புதமாக டாக்டர் ஆர்சி பண்டாலா சுவாமி சார் ஜி தந்து எனக்கு அநேக அனந்த கோடி ஆசீர்வாதங்கள். அண்ட் தேங்க்யூ வெரி மச். வெரி பியூட்டிஃபுல் நைஸ் லீலா தியானா இட் வாஸ். தேங்க்யூ வெரி மச். ஜெய் ஸ்ரீமத் சுவாமி பிரேமானந்த மகாராஜ் கி.